ചൈനയിൽ പോയിട്ട് വന്നപ്പോൾ അവിടുത്തെ മതം ചൈന എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ നീണ്ടു പോയി. ഇപ്പോൾ കുറച്ച് ടൈം കിട്ടിയപ്പോൾ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഗൈഡുകളിൽ നിന്ന് കിട്ടിയ ഒരു വിവരം വെച്ച് നോക്കുവാണെങ്കിൽ ചൈനയിൽ ഒട്ടുമുക്കാൽ പേർക്കും മതമില്ല, അത്തീസ്റ്റാണ്. എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50% അതിന് മുകളിലോ 70% വരെയുള്ള ആൾക്കാർക്ക് മതമൊന്നുമില്ല എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചൈന ഇത്രയും വികസിക്കുന്നത്. കാരണം ഈ മതമാണ് നമ്മുടെ വികസനത്തിന് വിഘാതമായിട്ട് നിൽക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും. അപ്പോൾ ഈ മതം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇനി മതം ഉള്ളവരെന്താണ് അവരുടെ മതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികമായിട്ടുള്ളത് ബുദ്ധമതമാണ്. അതൊരു 15% അല്ലെങ്കിൽ 20% താഴെ ആൾക്കാർ ബുദ്ധമത വിശ്വാസികളാണ്. പിന്നെ ഉള്ളത് അവിടുത്തെ ലോക്കൽ മതങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ ഒരുപാട് കാസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതേമാതിരി കുറേ മതങ്ങളാണ് അവിടെ ഉള്ളത്. അതിൽ ഏറ്റവും എന്താ പറയുക പ്രോമിനൻ്റ് എന്ന് പറയാനുള്ള ഈ ടാവോസം എന്ന് പറയുന്നൊരു സാധനമാണ്. ടാവോസം പ്രകാരം അങ്ങനെ ക്രിയേറ്ററായിട്ടൊരു ഗോഡോ അങ്ങനെയില്ല. പിന്നെ ഈ ആഫ്റ്റർ ലൈഫ്, അതായത് നമ്മളെ സ്വർഗത്തിൽ പോയാൽ ഏതാണ്ട് ഉരുട്ടി വെച്ചിരിക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഈ വർഷിപ്പും ഓപ്ഷണലാണ്. നമ്മുടെ ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയാണ്. മിക്കവാറും പേര് ക്ഷേത്രത്തിലൊന്നും പോകില്ല, അമ്മാതിരി തന്നെയാണ്. വർഷിപ്പ് ഇസ് ഓൾസോ ഓപ്ഷണൽ, യാതൊരു നിർബന്ധവുമില്ല. ഈ നാച്ചറാണ് അവരുടെ പല ഗോഡ്സും. എന്നുവെച്ചാൽ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന പലതിനെയും ഗോഡ്, അല്ലാതെ ഏക ദൈവത്തിലേ വിശ്വസിക്കാവൂ, ഈ ഏക ദൈവം ഉണ്ടെന്ന് ആര് പറഞ്ഞു? അങ്ങനെയൊന്നും ആ പരിപാടിയൊന്നും അവിടെ ഇല്ല ടാവോസത്തിൽ. പിന്നെ ഈ പറഞ്ഞ മാതിരി മെഡിറ്റേഷൻ പോലെയും ചില റിച്വൽസും അതൊക്കെയുണ്ട്, നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ടാവോസത്തിൻ്റെ ഏറ്റവും പ്രധാനം വെച്ച് കഴിഞ്ഞാൽ പ്ലൂറൽ പാത്ത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വഴി കൂടെ പോയാലേ ശരിയാവുള്ളൂ, അങ്ങനെ ഇല്ല അവർക്ക്. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിക്കാൻ പറ്റിയ, ആക്ച്വലി ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. മതമെന്ന് പറയുന്നതിനേക്കാളും ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. നമ്മളെ ഹിന്ദു മതത്തിനെ പറ്റി പറയും പോലെ അതിന് ഹിന്ദു മതത്തിന് പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യണം. മതത്തിൻ്റെ പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പല വിഭാഗങ്ങളിൽ നോക്കിയാൽ പല രീതിയിലാണ്. അമ്മാതിരി തന്നെയാണ് ചൈനയുടെ ഫോൾക്ക് റിലീജിയൻസ്. പിന്നെ ഉള്ളത് നമ്മുടെ ചൈനയിൽ തന്നെയുള്ള കുഞ്ഞു ഒരുപാട് മതങ്ങൾ, ഫോൾക്ക് റിലീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒരുപാട് ആചാരങ്ങളുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഇപ്പോൾ നമ്മൾ ഈ വെളിയിൽ വിചാരിക്കും പോലെ അല്ല. ഈ മതങ്ങൾക്കൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല. അതിൻ്റെ പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ പലതായിട്ട് ഇങ്ങനെ വിഭജിച്ച് നിൽക്കുന്നുണ്ട്. ഇവർ ഒരുമിച്ച് കൂടി രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നിയന്ത്രണമില്ലാത്തത്. പിന്നെ ബുദ്ധമതം ബേസിക്കലി ഒരു പാപം മതമാണ്, അതായത് അഹിംസാ മതമാണ്. അവർ ഹിംസകളൊന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായതുകൊണ്ട് അവരെയും വലുതായിട്ട് നിയന്ത്രിക്കില്ല. പക്ഷേ ക്രോസ് ബോർഡർ ഐഡിയോളജി അവർ അംഗീകരിക്കില്ല. ബുദ്ധമതത്തിന് തിബറ്റിൽ കൂടുതൽ നിയന്ത്രണമുണ്ട്. എന്തുകൊണ്ടാണ്? ടിബറ്റിലുള്ള ബുദ്ധമതം നമ്മുടെ ലാമയൊക്കെ നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇന്ത്യക്കാരൻ അവിടെ ഉഡായ്പ നടത്തും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ടിബറ്റിലെ ബുദ്ധമതത്തിന് കുറേ നിയന്ത്രണങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൂടുതൽ നിയന്ത്രണമുണ്ട്. അല്ലാതെ ബാക്കി മതങ്ങൾക്ക്, ഉദാഹരണം ഹിന്ദുമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0.5% വല്ലമേ ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് നിയന്ത്രണമില്ല. എന്തുകൊണ്ടാണ്? ഈ ഹിന്ദുമതം അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു മതമല്ല. ഈ 0.5% എന്ന് പറയുന്നത് തന്നെ ഒരു 100ആയിട്ട് വിഭജിച്ചാണ് നിൽക്കുന്നത്. സോ അത് രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കില്ല. അതേസമയം മുസ്ലിങ്ങൾ 2% ഉള്ളൂ, ക്രിസ്ത്യാനികൾ 1% താഴെയാണ്. പക്ഷെ അവരെ കൂടുതൽ നിയന്ത്രിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ ഐഡിയോളജി ക്രോസ് ബോർഡറാണ്. അതായത് ഇവരുടെ എല്ലാം ഇപ്പോൾ ഉദാഹരണമായിട്ട് സിൻജിയാങ്ങിൽ ടർക്കിയിൽ നിന്ന് വന്നവരാണെന്നാണ് വൈപ്പ് അവരുടെ ഒറിജിനൽ. അപ്പോൾ അവിടെ നിന്നുള്ള ഐഡിയാസ് ഇങ്ങോട്ട് വരുന്നത് ചൈന സമ്മതിക്കില്ല. അതായത് ഈ ഓൾ റിലിജിയൻസ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻ്റ് ഓഫ് ഫോറിൻ കൺട്രോൾ. ദാറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതായത് ഫണ്ടിങ് ഒന്നും വെളിയിൽ നിന്ന് പറ്റില്ല അവർക്ക്. അവിടെ നിന്ന് ചൈനയിൽ നിന്ന് തന്നെ അവർ അത് സ്വരൂപിപ്പിക്കണം. പിന്നെ ഈ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും അയൺ ഹാൻഡ് വെച്ച് അടിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു വിചാരം ഉണ്ടാവും, നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുന്നില്ലെന്ന്. അങ്ങനെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ല. കാരണം ഈ ഒരു നിയന്ത്രണം കുട്ടിക്കാലം മുതലേ അവിടുത്തെ ആൾക്കാർ അനുഭവിച്ച് വളരുന്നതാണ്. അപ്പോൾ അവരത് യൂസ്ഡാണ്. പിന്നെ ഈ നിയന്ത്രണം എന്ന് പറയുന്നത്
നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമിയുടെ ഗ്രാവിറ്റി ആലോചിച്ച് നോക്കൂ. ഗ്രാവിറ്റിക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും? ഗ്രാവിറ്റി പിടിച്ച് നമ്മളെ ഗ്രൗണ്ട് ചെയ്യും, അല്ലേ? അതേമാതിരി രാഷ്ട്രത്തിനെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഗ്രൗണ്ട് ചെയ്യും, സംശയമൊന്നും വേണ്ട. പക്ഷേ അല്ലാതെ നമുക്ക് എന്ത് വേണേലും ചെയ്യാം, അതിനൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല. ഇപ്പോൾ മാവോയുടെ കാലത്ത് വളരെ ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് സിയാനിൽ 10-12 പള്ളികളുണ്ടായിരുന്നതിൽ ഗ്രേറ്റ് മോസ്ക് ഒഴിച്ച് ബാക്കിയെല്ലാം പിടിച്ചെടുത്ത് റീപർപ്പസ് ചെയ്തു, വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. ഇപ്പോൾ മാവോയുടെ കാലം കഴിഞ്ഞ്, അതായത് കൾച്ചറൽ റെവല്യൂഷൻ കഴിഞ്ഞിട്ട് കുറേ മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങൾ പ്രകാരം ഇപ്പം ആ പള്ളികളെല്ലാം തിരിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഗൈഡിനോട് ചോദിച്ചു, അപ്പോൾ അന്ന് പിടിച്ചെടുത്തത് തിരിച്ചു കൊടുക്കാനാണെങ്കിൽ പിന്നെ പിടിച്ചെടുക്കാതിരുന്നാൽ പോരെ. പക്ഷേ ഗൈഡ് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ ആദ്യമേ ഈ റിലീജിയനെ അങ്ങനെ ആക്ട് ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് റിലീജിയൻ ഡിക്റ്റേറ്റിംഗ് ടേംസ് വിത്ത് ദി സ്റ്റേറ്റ്, രാജ്യവുമായിട്ട്. ഇപ്പം അങ്ങനെയല്ല, രാജ്യം അവർക്ക് കൊടുത്തിരിക്കുകയാണ്, രാജ്യം പറയുന്നത് പോലെ പ്രവർത്തിക്കുക. ആയത് രണ്ടും ഒരു എന്താ പറയുക, ടോട്ടലി ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സാണ്. രാജ്യം പറയുന്ന പോലെ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് പുരോഹിതന്മാരെ എല്ലാം ഒരു ലൈസൻസിങ് എക്സാം പാസ്സാവണം. അപ്പോൾ ഈ ലൈസൻസിങ് എക്സാമിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഹൗ ടു പ്രൊമോട്ട് പാട്രിയോട്ടിസം. റിലീജിയൻ എന്നും പറഞ്ഞിട്ട് രാജ്യത്തിനെതിരായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ്. അപ്പോൾ രാജ്യത്തിനെതിരായിട്ട് പറഞ്ഞാൽ എന്ത് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തിനെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം അറിയും. എങ്ങനെ അറിയും? അവിടെ കംപ്ലീറ്റ്, ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് സർവൈലൻസാണ്. ക്യാമറ, ഈ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓഡിയോ ഉണ്ട്. അതൊരു പുതിയ കാര്യമല്ല. നമ്മുടെ ഇവിടെ കിട്ടുന്ന CCTV, പ്രത്യേകിച്ചും ചൈന, ഇവിടെയുള്ള CCTV ഒട്ടുമുക്കാലും ചൈനയിൽ നിന്നാണ് വരുന്നത്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. അതിൽ ഡിഫോൾട്ട് സെറ്റിംഗ് എന്തെന്ന് വെച്ചാൽ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഹാർഡ് ഡിസ്കിലെ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി അത് ഡിസേബിൾ ചെയ്തിടുന്നു എന്നുള്ളതല്ലാണ്ട് ഡിഫോൾട്ട് സെറ്റിംഗ് ഈസ് ഓഡിയോ പ്ലസ് വീഡിയോ. അപ്പോൾ ഈ ഓഡിയോ മുഴുവൻ റെക്കോർഡറാണ്. അപ്പോൾ ഈ സകലമാന ഈ പുരോഹിതൻ പറയുന്നിടത്തെല്ലാം ക്യാമറയുണ്ട്. അവിടെ എന്ത് പറഞ്ഞാലും അത് മോണിറ്റർ ചെയ്യപ്പെടും. മോണിറ്റർ ചെയ്യപ്പെടുന്ന എങ്ങനെയാണ്? ഈ ചൈനയെ പോലുള്ള ഇത്രയും ഭീകരമായ വലിയ രാജ്യത്ത് എല്ലാം അങ്ങനെ മോണിറ്റർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ച്വലി ഞങ്ങൾ മെഡിസിനിലൊക്കെ പറയും പോലെ പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയും. അതായത് പ്രഡിക്റ്റീവ് അൽഗോറിതംസ് കൊടുക്കും ഈ AIക്ക്. അപ്പോൾ അത് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യും, കീവേഡ് റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ ഈ പുരോഹിതൻ പറയുന്ന കാര്യങ്ങളിൽ രാജ്യ താല്പര്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്തതിനെതിരായിട്ടോ എന്തെങ്കിലും പറഞ്ഞു എന്നുണ്ടെങ്കിൽ നാച്ചുറലി വിൽ ബി പിക്ഡ് അപ്പ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യും? അടിച്ചു കൊല്ലുകയൊന്നുമില്ല. ഈ നമ്മുടെ എന്താ പറയുക, ഒരു റീ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് അവിടെ. അപ്പോൾ അതിലോട്ട് ചാനൽ ചെയ്യും. അപ്പോൾ ചാനൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പഠിപ്പിച്ച് വീണ്ടും രാജ്യത്തിനെതിരായ കാര്യങ്ങളെല്ലാം അയാളുടെ മനസ്സിൽ നിന്ന് മാറ്റത്തക്ക രീതിയിൽ അയാളെ ട്രെയിൻ ചെയ്ത് അതിപ്പോൾ എത്ര കാലം എടുക്കും അത്രയും കാലം അവർ ട്രെയിൻ ചെയ്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും പുള്ളിയെ പുറത്തിറക്കും. അപ്പോൾ ഇതൊരു വലിയ പീഡനമല്ലേ എന്ന് ചോദിച്ചാൽ അതൊരു പീഡനമൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ഈ മെഡിസിനൊക്കെ അഡ്മിഷൻ കിട്ടാൻ പിള്ളേർ 1 വർഷം പുറത്തിറങ്ങാതിരുന്ന് പഠിക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലൊരു പഠിത്തമാണെന്ന് വിചാരിച്ചാൽ പോരെ. പഠിച്ചു കഴിയുമ്പോഴേക്കും അവർ പുതിയ ഒരു പൗരനായിട്ട് വെളിയിലോട്ട് വരും. പിന്നെ ഈ സോഷ്യൽ മീഡിയ ടോട്ടലി റെഗുലേറ്റഡ് ആണ്. സോഷ്യൽ മീഡിയയും കംപ്ലീറ്റ് ഇതേമാതിരി AI വെച്ച് സ്കാൻ ചെയ്യും. അപ്പോൾ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ആ പാറ്റേൺ വിൽ ബി പിക്ഡ് അപ്പ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മതം, ഏത് മതവും ആയിക്കോട്ടെ, ആ മതത്തിലെ ആളുകളാണ് കൂടുതൽ സെപ്പറേറ്റിസ്റ്റ് ആലോചിക്കുന്നത്, സെപ്പറേറ്റിസ്റ്റ് ബിഹേവിയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മതത്തിനെ ഫ്ലാഗ് ചെയ്യും. അപ്പം നമ്മളിവിടെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു ടെററിസ്റ്റ് എന്തോ ചെയ്തു എന്ന് വെച്ചിട്ട് ആ മതത്തിനെ മുഴുവൻ നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെയല്ല. നമ്മുടെ പല ടെററിസ്റ്റ് ആക്ടിവിറ്റി എടുക്കുമ്പോൾ 10-8 ടെററിസ്റ്റ് ആക്ടിവിറ്റി ഒരു മതമാണെങ്കിൽ ആ മതം ഫ്ലാഗ്ഡ് ആവും. അവരെ ഈ ഫ്ലാഗ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടുതൽ സർവൈലൻസിൽ വെക്കും. അപ്പോൾ അവരിൽ നിന്നും പിന്നൊരെണ്ണം ഉണ്ടാകാനുള്ള സാധ്യത നന്നായിട്ട് കുറയും. അതാണ് അതിലെ ഒരു പ്രധാന കാര്യം, വെരി യൂസ്ഫുൾ തിങ് ആക്ച്വലി. പിന്നെ ഈ മതപുരോഹിതന്മാർക്ക് ആക്ച്വലി ട്രെയിനിങ് ഉണ്ട്, അതും സർക്കാരാണ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ
മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും. കാലാനുസൃതവും രാജ്യാനുസൃതവും. കാരണം ഈ പറഞ്ഞ മാതിരി 1000-2000 വർഷം മുമ്പൊക്കെ പറഞ്ഞിരുന്ന പുരാതന മനുഷ്യർ പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ പ്രായോഗികമല്ല. അപ്പോൾ ഇപ്പോൾ പ്രായോഗികമായ നമ്മുടെ രാജ്യത്തിന് പ്രായോഗികമായ കാര്യങ്ങൾ മാത്രം എടുത്ത് നമ്മുടെ രാജ്യത്തിൽ എങ്ങനെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം ആ രീതിയിൽ. അപ്പോൾ ഈ പൗരോഹിത്യവും പഠിപ്പിക്കുന്നത് രാജ്യമാണ്, അല്ലാതെ ഏതെങ്കിലും വേറൊരു പുരോഹിതനല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു 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 സ്ട്രീം ലൈനിങ് ഉണ്ട് അവിടെ. ഈ കാലാനുസൃതമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ കമ്മ്യൂണിസം പോലും 10-200 വർഷമായില്ലേ. ആ കമ്മ്യൂണിസം അല്ല ഇപ്പോൾ വേണ്ടതെന്നാണ് ചൈന പറയുന്നത്. ചൈനയുടെ കമ്മ്യൂണിസം വേറൊരു കമ്മ്യൂണിസമാണ്. ഇൻഫാക്റ്റ് ഗൈഡ് നമ്മളോട് പറയുകയുണ്ടായി, ഈ നോർത്ത് കൊറിയ ഒരിക്കലും, ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇപ്പോൾ ചൈന ഇപ്പോൾ വേൾഡ് നമ്പർ 2 എന്നൊക്കെ പറയുന്നു, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളെല്ലാം പൊങ്ങി വരില്ലേ. അപ്പം ഗൈഡിൻ്റെ അഭിപ്രായത്തിൽ അവർ പൊങ്ങൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആധുനിക കമ്മ്യൂണിസം അല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. ആധുനിക കമ്മ്യൂണിസത്തിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ആളുകൾക്ക് ഈ പറഞ്ഞ മാതിരി കമ്മ്യൂണിസത്തിലെ ഈ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബേസിക് നീഡ്സിനെ പാടുള്ളൂ. ബിയോണ്ട് ദാറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാനൊരു ത്വര വരണമെങ്കിൽ നമുക്കതിൻ്റെ പ്രയോജനം വരണം. സോ ദാറ്റ് സോർട്ട് ഓഫ് ചേഞ്ച് ഇൻ കമ്മ്യൂണിസം അത് ചൈനയിൽ വരുത്തിയിട്ടുണ്ട്. അത് മറ്റേ നോർത്ത് കൊറിയയിലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ട് അവർക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. പണ്ടത്തെ ഒരു ട്രേഡ് ലിങ്കായിരുന്നു നമ്മുടെ സിൽക്ക് റോഡ് എന്ന് പറയുന്നത്, അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ചൈനയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹബ്ബാണ് ഈ ജിയാൻ എന്നോ പറയും ആ സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ പോയിരുന്നു. അവിടെ ഒരു മുസ്ലിം സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റും ഉണ്ട്. ആ സ്ട്രീറ്റിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ശരിക്കും പറഞ്ഞാൽ വഴിയോരത്ത് ഭക്ഷണം ഇങ്ങനെ നിറയെ, അത് ഇത് എന്താ പറയുക, ഭക്ഷിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന പോലെ കംപ്ലീറ്റ് ഭക്ഷണം മാത്രമേ ഉള്ളൂ. വേറൊരു സാധനം അവിടെ നമുക്ക് കാണാനില്ല. പിന്നെ ഈ മുസ്ലിങ്ങൾ ബേസിക്കലി ചൈനീസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ജനറേഷൻസായിട്ട് അങ്ങനെ മാറി. അങ്ങനെയല്ല. ഗൈഡ് പറഞ്ഞത് ഇത് മുസ്ലിങ്ങൾ വന്ന് അവരെ കൺവെർട്ട് ചെയ്തതാണ്. അപ്പോൾ കൺവെർഷൻ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്ര അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു ഗ്രൂപ്പിനെ ആൾ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന് കൺവെർഷൻ, 2 കൂടുതൽ കുട്ടികളുണ്ടാവുക. ഇപ്പോൾ ആക്ച്വലി ചൈനയിൽ തൊഴിൽ ചെയ്യാൻ ആൾ കുറവായതുകൊണ്ട് ഈ 1 ചൈൽഡ് നോമൊക്കെ എടുത്ത് കളഞ്ഞു. ആൾക്കാർക്ക് ഇഷ്ടംപോലെ കുട്ടികളൊക്കെ ഉണ്ടാവാം. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് അനുവദിക്കില്ല. കാരണം ചില സ്ഥലങ്ങളിൽ അവർ കുട്ടികളുണ്ടാകുന്നത് അവരെ ഒരു ഗ്രൂപ്പായിട്ട് വളർത്തി രാഷ്ട്രത്തിനെതിരായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൈനയ്ക്ക് തോന്നിയാൽ അവിടെ അനുവദിക്കില്ല. അങ്ങനെ അനുവദിക്കാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ നിയമപരമായിട്ട് അനുവദിച്ചില്ല, പക്ഷേ കൊച്ചുങ്ങളുണ്ടായിപ്പോയി, എന്ത് ചെയ്യും? അങ്ങനെ പലർക്കും കൊച്ചുങ്ങളുണ്ടായിപ്പോയി, എന്ത് ചെയ്യും? അവരൊന്നും ചൈന കൊന്നുകളയൊന്നുമില്ല. ചൈനയുടെ ഇഷ്യൂ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന അവരെ മാറ്റി പാർപ്പിക്കും. അതെങ്ങനെ പറ്റും? കാരണം ചൈനയിൽ ഈ ഭൂമി, ലാൻഡ്, അത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതിൽ ആളുകൾക്ക് പ്രത്യേകിച്ച് കൺട്രോളൊന്നുമില്ല. ആളുകൾക്ക് വീട് വെക്കാം, പക്ഷേ ലാൻഡ് എപ്പോഴും സർക്കാരിൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ മാറി വേറൊരു സ്ഥലത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ലാൻഡിലേക്ക് പോവേണ്ടി വരും. കാരണം ലാൻഡിലാണല്ലോ ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ വീടിന് പൈസയൊക്കെ കൊടുക്കും, പുതിയ വീട് വെക്കാനുള്ള പൈസയും, അല്ലെങ്കിൽ അവർക്ക് ഫ്ലാറ്റ് എന്താ വേണ്ട അതൊക്കെ കൊടുക്കും. പക്ഷേ മാറി താമസിക്കാൻ പറഞ്ഞാൽ മാറി താമസിച്ചേ പറ്റൂ. അപ്പോൾ രാജ്യത്തിനെതിരായ പ്രവർത്തനം നടത്തുന്നു എന്ന് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അൽഗോരിതം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പോപ്പുലേഷനെ ഇവർ ഡിസ്പേഴ്സ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ അമേരിക്കയിലെ ട്വിൻ ടവർ പോലെ ഒന്നും ഇവിടെ പരിപാടിയൊന്നും നടക്കില്ല. കാരണം ഈ നമ്മൾ ആലോചിക്കുമ്പം തന്നെ ചൈന പിടിക്കും. ഈ ആലോചിക്കുമ്പം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫോണിലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലോ അല്ലേ. ഇത് കംപ്ലീറ്റ് അവിടെ സർവീലൻസിലാണ് ബൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. രാജ്യത്തിനെതിരായ ചിന്ത ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അപ്പോഴേ അവർ
അപ്പോൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. സോ ഒരിക്കലും ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി വരാൻ സാധ്യതയില്ല. കാരണം ടെററിസ്റ്റ് ആക്ടിവിറ്റിയെ പറ്റി ആലോചിക്കുമ്പോഴേ ഇവരെ പിടിച്ച് ഈ സോ കോൾഡ് ദുർഗുണ പരിഹാര പാഠശാലയിൽ പോയി പഠിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല. പിന്നെ ഈ ഗാസ അതിനെപ്പറ്റിയൊക്കെ അവർക്കറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ന്യൂസിലൊക്കെ അറിയാം, പക്ഷേ അവർ നോട്ട് കൺസേൺഡ്. കാരണം അത് ഒരു രീതിയിലും ചൈനയുമായിട്ട് ബന്ധമുള്ളതല്ല എന്നാണ് പുള്ളി പറയുന്നത്. അതായത് അവർക്കൊരു വ്യാപാര ബന്ധമില്ല, അല്ലെങ്കിൽ ഇന്ന് ഇവിടുത്തെ തൊഴിലാളികൾ അങ്ങോട്ട് പോകുന്നില്ല, അവിടുത്തെ തൊഴിലാളികൾ ഇങ്ങോട്ട് വരുന്നില്ല, അവരെന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള രാജ്യവുമായിട്ട് നമ്മൾ കണക്ഷൻ ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അവിടെ ഒത്തിരി അട്രോസിറ്റീസ് നടക്കുന്നില്ലേ, ഒത്തിരി ക്രൂരതകൾ നടക്കുന്നില്ലേ, നമ്മളതിന് റിയാക്ട് ചെയ്യണ്ടേ. അപ്പോൾ ഗൈഡ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതായത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ കഷ്ടപ്പെടുന്നവരെ എല്ലാവരും നമുക്ക് സഹായിക്കാനും നോക്കില്ല. അപ്പോൾ ഈ ലോകത്തിങ്ങനെ ക്രൂരതകൾ അനുഭവിക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഗാസ വളരെ അദ്ദേഹം പറഞ്ഞതല്ല, ഞാൻ എൻ്റെ ഒരു ചിന്തയാണ്, വളരെ മൈനർ സംഭവമാണ്. ഇപ്പോൾ സുഡാനോ അല്ലെങ്കിൽ സിറിയയോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയാൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗാസ ഒന്നുമല്ല. പോപ്പുലേഷൻ വൈസും ഒന്നുമല്ല, സൈസ് വൈസും ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്ര മുഴുവൻ ആളുകൾ മരിച്ചാൽ പോലും സുഡാനിൽ മരിക്കുന്ന അത്രയും മരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ്, ഈ ഗാസയെ നമ്മൾ ഔട്ട് ഓഫ് പ്രൊപ്പോർഷനായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ കാണുന്ന ഡോക്ടർ സന്തോഷ് കുമാറാണ്. അദ്ദേഹം ഒരു ഓർത്തോപീഡീഷ്യനാണ്. അദ്ദേഹം ഡിസാസ്റ്റർ ഏരിയകളിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി പോകും, അല്ലാതെ വാട്സപ്പിൽ ഇരുന്ന് ചുരണ്ടുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം ഏതാണ്ട് 30 ഡിസാസ്റ്റർ ഏരിയസിൽ ഇതുവരെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് കോവിഡ്. പക്ഷേ ഇപ്പോൾ ഗാസയിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിന്, അതായത് ഇപ്പോൾ കണ്ടില്ലേ ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഗാസയിൽ പോയപ്പോഴാണ്. ഇതാണ് തെറ്റെന്ന് ഞാൻ പറയുന്നത്. അതായത് മനുഷ്യൻ എവിടെ കഷ്ടത അനുഭവിക്കുന്നോ അവിടെയെല്ലാം നമ്മൾ ഒരുപോലെ റിയാക്ട് ചെയ്യണം, അല്ലാതെ ഗാസയിൽ മാത്രം കയറി റിയാക്ട് ചെയ്യരുത്. അക്കാര്യത്തിൽ ചൈനയുമായിട്ട് ഞാൻ കംപ്ലീറ്റ് യോജിക്കുന്നു. നമ്മുടെ ഗൈഡ് പറഞ്ഞത്, ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യം തന്നെ അതിൽ നിന്നും കരകയറണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചൈനയിൽ പണ്ട് ഫാമിനുണ്ടായി. അതിൻ്റെ ടൈമൊന്നും അദ്ദേഹം പറഞ്ഞില്ല, പക്ഷേ ടൈം ഞാൻ മനസ്സിലാക്കുന്നത് 60s-ലോ 50s-ലോ ഒക്കെയാണ്, മാവോയുടെ കാലത്താണ്. അന്ന് ചൈന ഇങ്ങനെ സകല രാജ്യങ്ങളുടെയും പുറകെ നടന്ന് സഹായിക്കൂ എന്നല്ല പറഞ്ഞത്. അവർ തന്നെത്താനെ ഗോട്ട് ഓവർ ഇറ്റ്. എങ്ങനെ? അധ്വാനിച്ചു. ഇതാണ് ഗാസയായാലും ശരി, വേറെ എവിടെയെങ്കിലും ആയാലും ശരി, ആദ്യം അവർ ചെയ്യേണ്ടത് സ്വയം എങ്ങനെ നമ്മുടെ കഷ്ടതകളിൽ നിന്ന് കരകയറാം. അപ്പോൾ അതിന് തൊഴിൽ ചെയ്യണം, അതിന് ഇൻകം ജനറേറ്റ് ചെയ്യണം, അല്ലാതെ യുദ്ധം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റില്ല. അപ്പോൾ എൻ്റെ ഗൈഡിൻ്റെ അഭിപ്രായത്തിൽ ആസ് ഫാർ ആസ് പോസിബിൾ വാർ അവോയ്ഡ് ചെയ്യുക. ചൈന വാർ ചെയ്യൂല. പിന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ കയറി ആക്രമിച്ചിട്ട് അവൻ അടിക്കുമ്പോൾ അടിയും കൊണ്ടുകൊണ്ട് അയ്യോ ഞങ്ങൾ അടിക്കുന്നേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആരും രക്ഷിക്കാൻ വരില്ല. ഏറ്റവും പ്രധാനം കാര്യം ഗൈഡ് പറഞ്ഞത്, വി മസ്റ്റ് അവോയ്ഡ് വാർ. നമുക്ക് ഒരു സ്ട്രോങ് നേഷനായിരിക്കണം, പക്ഷേ വി മസ്റ്റ് അവോയ്ഡ് വാർ. അപ്പോൾ അത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വാറൊന്നും ചൈന ചെയ്യൂല. ഈ പേടിപ്പിക്കുന്ന പരിപാടിയേ ഉള്ളൂ. ഈവൻ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും നമ്മുടെ ഇപ്പോൾ മോഡിജിയുടെ കാലത്തും ഒരു വാർ ഉണ്ടായെന്നാണ് എല്ലാവരും പറയുന്നത്. വാറല്ലത് ഇത്. നമ്മൾ ഈ അതിര്, നമ്മൾ രണ്ട് അടുത്ത വസ്തുവുള്ളവർ അതിര് തോണ്ടൂല്ലേ, അതേമാതിരി വന്ന് തോണ്ടുന്നതാണ്. കാരണം എന്താ, ഇതിൽ കുറേ മരണങ്ങളും ഉണ്ടായി. അതെല്ലാം വായിച്ചു നോക്കിയാൽ അറിയാം, പരസ്പരം ഹാൻഡ് ഫൈറ്റാണ്. അല്ലാതെ എയർക്രാഫ്റ്റ് ഇല്ലായിരുന്നു, മിസൈലില്ലായിരുന്നു, ടാങ്ക് ഉരുണ്ടില്ല. ഈവൻ ടിയാനൻമെൻ സ്ക്വയറിൽ പിള്ളേർക്കെതിരായിട്ട് പോലും ടാങ്കും വെച്ചിട്ടാണ് ചൈനക്കാരൻ പോയത്. അതുപോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വളരെ ചെറിയൊരു പ്രകോപനം, പറ്റുമെങ്കിൽ കുറച്ച് ഭൂമി അടിച്ചു മാറ്റുക. ചൈനക്കാരൻ്റെ പരിപാടിയെ അതാണല്ലോ. അവനെ ഈ കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കരുതെന്ന് പറയുന്നത് കറക്റ്റാണ്. അവൻ പലതും മാന്തിയെടുക്കും, പക്ഷേ നമുക്കൊരു റെസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ചങ്ങ് നിൽക്കും. കാരണം അവൻ ഫുൾ ഫ്ലെഷ്ഡ് വാറിന് ചൈന തയ്യാറല്ല. കാരണം അത് അവരുടെ എക്കോണമിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് വളരെ നല്ലൊരു പോയിൻ്റാണ്. എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്ത് കുറേ യുദ്ധം തുടങ്ങി വെച്ചിട്ട് പിന്നെ സഹായിക്കൂ ഞങ്ങൾ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ചൈന സഹായിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ചൈന വായ കൊണ്ടൊക്കെ സഹായിക്കും, വർത്തമാനമൊക്കെ പറയും, ഒരു സാധനം കൊടുക്കില്ല. അത് നോക്കിയാൽ മതി. ഇപ്പോൾ പാലസ്റ്റീൻ എന്താ ചൈന കൊടുത്തതെന്ന് നോക്കിയാൽ മനസ്സിലാവും. സിൻജിയാങ്ങിൽ
കുറച്ച് ചൈനയ്ക്കെതിരായ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു സ്റ്റേറ്റിനെതിരായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന അയൺ ഹാൻഡ് വെച്ച് അവിടെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുമുണ്ട്. മാവോയുടെ കാലത്ത് വല്ലാത്ത റെസ്ട്രിക്ഷൻ ആയിരുന്നു. ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. താടി വളർത്താൻ സമ്മതിക്കില്ല, തൊപ്പി വയ്ക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഈ സർക്കംസിഷനും ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ അത് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഒരുത്തൻ അവൻ്റെ സ്വന്തം ബോഡിയെ മ്യൂട്ടിലേറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് ഈസ് നോട്ട് കൺസേൺഡ്. പക്ഷേ ഇഫ് they are mutilating the society or the state will use iron hand. അതാണ്, ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ ഹിജാബൊക്കെ ഉപയോഗിക്കുമോ? അവിടെ നമ്മുടെ കേരളത്തിൽ മൂടി നടക്കുന്ന പോലെ അവിടെ മൂടി നടക്കുന്ന ആരെയും ഞാൻ കണ്ടില്ല. പക്ഷേ എങ്കിലും തൊപ്പി വയ്ക്കുക അല്ലെങ്കിൽ തലയിൽ തുണിയിടുക അതൊക്കെ ഉണ്ട്. മുസ്ലിം സ്ട്രീറ്റിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ ചൈനയിൽ കംപ്ലീറ്റ് എന്താ പറയുക, മോണിറ്ററിങ് ആണല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്ക് ഇത് പൊക്കി മുഖമൊക്കെ കാണിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു അസൗകര്യം വിചാരിച്ചെങ്കിലും ആൾക്കാരങ്ങനെ കംപ്ലീറ്റ് മൂടി നടക്കത്തില്ല. ചില കുട്ടികളെ സർക്കാർ നിർബന്ധിതമായിട്ട് പേരൻസിൽ നിന്നും പിടിച്ചു വാങ്ങി ബോർഡിംഗ് സ്കൂളിലാക്കി സർക്കാരിൻ്റെ ഐഡിയാസ് പഠിപ്പിക്കാൻ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് പേപ്പറിൽ നിങ്ങളൊക്കെ വായിച്ചു കാണും. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഗൈഡിന് അതിനെപ്പറ്റി വിവരമൊന്നുമില്ല. പക്ഷേ ഗൈഡ് പറഞ്ഞതിൽ ഒരു പ്രധാന ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. അതായത് സ്കൂൾ തലത്തിൽ സർക്കാർ പറയുന്ന കാര്യം, സ്കൂൾ കരിക്കുലം എല്ലാ കുട്ടികളും പഠിച്ചിരിക്കണം. ഒരു പേരൻ്റ് എൻ്റെ കുട്ടി അത് പഠിച്ചാൽ പോരാ, മതം പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സമ്മതിക്കില്ല, സർക്കാർ നിർബന്ധമായിട്ട് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ആ പത്രത്തിൽ വന്ന വാർത്തയും ശരിയായിരിക്കാം. ടിബറ്റിൽ ഈ കൊച്ചു കുട്ടികളെ തന്നെ ഇങ്ങനെ റിലീജിയസ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് സർക്കാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ബ്ലോക്ക് ചെയ്തതായിരിക്കാം. പിന്നെ റിലീജിയസ് ടീച്ചിങ്സ് പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടില്ല. കുട്ടികൾക്ക് റിലീജിയസ് ടീച്ചിങ് പാടില്ല. വലിയ ആളുകൾക്ക് ഓക്കെയാണ്. പക്ഷേ അത് നേരത്തെ പറഞ്ഞ പോലെ ലൈസൻസ് ഉള്ള പുരോഹിതനായിരിക്കണം. പുരോഹിതൻ സർക്കാർ പറഞ്ഞ കോഴ്സ് പാസ്സായിരിക്കണം. ആൻഡ് ഈ പുരോഹിതൻ പറയുന്ന സെർമൺസ് അത് മോണിറ്റേർഡ് ആയിരിക്കും. ഇത്രയും ഒരു ഇതുണ്ടെങ്കിൽ പിന്നെ ഈ മതത്തിൻ്റെ എന്തും സർക്കാരിന് പ്രശ്നമൊന്നുമില്ല. ഇതിലങ്ങ് യൂസ്ഡ് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രാവിറ്റി പോലെ എന്തോ ഒരെണ്ണം നമ്മളിങ്ങനെ ഭൂമിയിലോട്ട് ചേർത്ത് നിർത്തുന്നുണ്ടെന്നൊരു ഫീല് നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ ഗ്രാവിറ്റി ഇല്ലാതായാൽ എന്ത് പറ്റും? നമുക്ക് ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ നോക്കില്ല, പറന്ന് കിടക്കും, മൂത്രം ഒഴിച്ചാൽ മുകളിലോട്ട് പോകും. ഇതൊക്കെ സംഭവിക്കാതിരിക്കാനാണ് ഗ്രാവിറ്റി. അപ്പോൾ അതേമാതിരിയാണ് നമ്മുടെ രാജ്യം ഡിസറയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൺട്രോൾ ചൈന കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ കാര്യം ഓർമ്മ വരുന്നതും കൂടെ പറഞ്ഞ് ഇത് അങ്ങ് അവസാനിപ്പിക്കാം. അതായത് ഈ കുട്ടി വളരെ ഫാഷണബിളായിട്ട് ഡ്രസ്സ് ചെയ്ത് വരുന്ന കുട്ടിയായിരുന്നു. കല്യാണം കഴിച്ചു, ആകെ മൂടി പുതച്ച് കാണപ്പെടാൻ തുടങ്ങി. പിന്നെ ഉപരിപഠനത്തിന് ടെസ്റ്റ് എഴുതി കിട്ടി. പക്ഷേ കിട്ടിയത് വളരെ ദൂരെ, സ്റ്റേറ്റിന് വെളിയിലായിരുന്നു. നാച്ചുറലി അതിന് സമ്മതിച്ചില്ല. പിന്നെ സർക്കാർ സർവീസിൽ ആശുപത്രിയിലേക്ക് പരീക്ഷ എഴുതി, അതും കിട്ടി. പക്ഷേ ആദ്യം സാധാരണ നമ്മുടെ നാട്ടിനടുത്തായിരിക്കില്ല പോസ്റ്റിംഗ് കിട്ടുക, ഒത്തിരി ദൂരെയായിരിക്കും. അതുകൊണ്ട് അതിനും വിട്ടില്ല. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രി ജോലി ചെയ്യുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഈ കുട്ടി എന്താ പറയുക, പാലസ്തീനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആക്റ്റീവായി. അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സുമായി. അപ്പോൾ എൻ്റെ ഒരു ചിന്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് വളരെ പോപ്പുലറായിട്ട് വരണമെന്നൊരാഗ്രഹം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ആൾക്കാരുടെ ഇടയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടണമെന്ന്. പക്ഷേ അത് പല രീതിയിൽ സപ്രസ് ചെയ്യപ്പെട്ടപ്പോൾ കുട്ടി ഇത് വേറൊരു വഴിയിൽ, അതായത് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വിഷയത്തിലോട്ട് അങ്ങ് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ശരിയായൊരു മാർഗമല്ല. ശരിക്കും നമുക്ക് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആദ്യം നമ്മൾ സ്വതന്ത്രരാകണം. അപ്പോൾ നമുക്ക് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയില്ലല്ലോ. ആ കുട്ടിക്ക് ഉള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ കർട്ടൈൽഡായില്ലേ, അത് പിടിച്ചു വാങ്ങുക. അത് കഴിഞ്ഞ് ഇതേമാതിരി സ്വാതന്ത്ര്യമില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്, അവരെ സഹായിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോരെ നമ്മുടെ വിദേശത്ത് കിടക്കുന്നവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ആക്റ്റീവാകാൻ. അവിടെയാണ് ചൈന മിടുക്ക്. ചൈന അവരുടെ കാര്യങ്ങളിലാണ് ശ്രദ്ധ, അല്ലാതെ വെളിയിൽ നിന്നൊരു കാര്യത്തിൽ അവർക്ക് ശ്രദ്ധയില്ല. അവർ ഗവൺമെൻറ് ശ്രദ്ധിക്കും, അവിടുത്തെ ആളുകൾ ശ്രദ്ധിക്കില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പാലസ്തീനിലെ എല്ലാ നേതാക്കളും ഖത്തറിലാണല്ലോ ഇരുന്നത്. അപ്പോൾ ഈ ഖത്തർ വലിയൊരു സഹായം ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്.
പക്ഷേ ഖത്തറിൽ 8 ഇന്ത്യക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അപ്പോൾ ഈ പാലസ്തീന് വേണ്ടി നാഴികയ്ക്ക് 40 വട്ടം ശബ്ദമുയർത്തുന്ന ഇവർ ഒരാൾ പോലും ഈ 8 പേരുടെ വേണ്ടിയിട്ട് പറഞ്ഞില്ല. അത് തെറ്റാണ്. ചൈന അങ്ങനെ ചെയ്യൂല. അവരുടെ ആൾക്കാർക്ക് വേണ്ടി പറയും. ബാക്കിയുള്ളവൻ എങ്ങനെ പോട്ട്. അതാണ് ചൈനയുടെ ഒരു കോൺസെപ്റ്റ്. നമ്മൾ അതിലോട്ട് മാറേണ്ടതുണ്ട്. ചൈനയുടെ ഒരു കോൺസെപ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ ആളുകളുടെ സഹായം ഇല്ലാതെ ഒരുത്തനും നമ്മളെ ഇങ്ങനെ ടെററിസ്റ്റ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ സെപ്പറേറ്റിസ്റ്റ് ആക്ടിവിറ്റിയോ ഒന്നും ചെയ്യൂല. ചൈനയുടെ പൗരന്മാർക്കാണ് കൂടുതൽ സർവീലൻസ്. അതുകൊണ്ട് എന്താ, അവിടെ സിറ്റിസൺ ആകാനായിട്ട് ഒരു അടിയുമില്ല. നമ്മുടെ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ബഹളമായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ എന്ത് വേണേലും ചെയ്യാം. ആ പരിപാടി പാടില്ല. അപ്പോൾ പിന്നെ സിറ്റിസന് വേണ്ടിയിട്ട് ആരും തെള്ളി വരില്ല. ചൈനയിൽ ഞങ്ങൾ 2-3 സംരംഭകരെ കണ്ടു. ഒരാൾ 14 വർഷമായിട്ട് അവിടെയാണ്, മറ്റേയാൾ 10 വർഷമായിട്ട് അവിടെയാണ്. അവർ ഇപ്പോഴും സിറ്റിസൺ ആയിട്ടില്ല, മലയാളിയാണ്. അപ്പോൾ അതാണ് ചൈനയിൽ നിന്ന് ഞാൻ പഠിച്ച, നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റിയ മറ്റൊരു സംഭവം. പിന്നെ ഈ ട്രംപ് എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രംപ് ടാക്സ് 500% കൂട്ടുന്നു എന്ന് പറഞ്ഞ് ഇവിടെ എന്തൊരു സോഷ്യൽ മീഡിയ സംഭവങ്ങളാണ്. ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമല്ല. ഇത് രാജ്യത്തിലെ ഭരണാധികാരി നോക്കേണ്ട കാര്യമാണ്. ഞാനത് എൻ്റെ ഗൈഡിനോട് ചോദിച്ചു. അപ്പോൾ അവിടെ ചൈനയ്ക്ക് അപ്പോൾ 100% എങ്ങാണ്ട് ചുമത്തിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗൈഡ് ചിരിക്കുന്നു. ഞങ്ങൾ അമേരിക്കയിൽ നിന്നാണ് ബീഫ് വരുത്തിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ ഞങ്ങൾ ബ്രസീലിൽ നിന്ന് വരുത്തുന്നു ഇയാൾ ടാക്സ് കൂട്ടിയതുകൊണ്ട്. സോ വാട്ട് ഈസ് ദി പ്രയോജനം? ഞങ്ങൾക്കിപ്പോൾ ബീഫ് ഈസ് മച്ച് ചീപ്പർ. ഇതാണ് അവർക്ക് അവരുടെ ഗവൺമെൻറ് അവർക്ക് വേണ്ടി ചെയ്യും എന്ന് വളരെ വളരെ ബോധ്യമുണ്ട്. ഈ പറഞ്ഞതുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്നൊന്നും വിചാരിക്കണ്ട, അങ്ങനെയല്ല. കമ്മ്യൂണിസം ആക്ച്വലി ഒരു മതമെന്ന് പറഞ്ഞാൽ പോലും ഒരു തീവ്ര മതമാണ്. അപ്പോൾ എല്ലാ മതങ്ങളും എന്താ ചെയ്യുക? മറ്റ് മതങ്ങളെ അങ്ങ് സപ്രസ് ചെയ്യും. സെയിം തിങ് കമ്മ്യൂണിസം ഈസ് ഡൂയിങ്. ബാക്കി മതങ്ങളെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസത്തിന് എതിരായി വരാൻ സാധ്യതയുള്ള മതത്തിനെ അങ്ങ് സപ്രസ് ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ചൈനയിൽ പോയി വന്നതിന് ശേഷം കമ്മ്യൂണിസം മോശമൊക്കെ തന്നെ, പക്ഷേ എന്നാലും അതിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ അംഗീകരിക്കണമല്ലോ. അപ്പോൾ അതിൽ ചില നല്ല വശങ്ങളുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ പലതുമാണ് ഞാൻ ഈ ഡിസ്കഷനിൽ പറഞ്ഞത്. ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാറുള്ള ഒരു കാര്യമാണ്, ഇപ്പം നിസ്കരിക്കാൻ സമയമായിപ്പോയി, അപ്പോൾ അതുകൊണ്ട് അത് ട്രെയിനിലായാലും നട റോഡിലായാലും നമ്മൾ ചെയ്യും. പക്ഷേ ചൈനയിൽ അത് അനുവദനീയമല്ല. ചൈനയിൽ പെട്ടെന്ന് നിസ്കരിക്കാൻ സമയമായ എന്ത് ചെയ്യണം? നമ്മൾ ഓൺലൈൻ കയറി നോക്കണം അടുത്ത പള്ളി ഏത്, അവിടെ പോയി ചെയ്യണം. അല്ലാതെ പബ്ലിക് പ്ലേസ് ഇതിനുള്ളതല്ല. കാരണം അതാണ് അതിൻ്റെ റൂള്. നമ്മൾ വി മസ്റ്റ് ഹാവ് എ സിസ്റ്റം ഇൻ പ്ലേസ്. അതാണ് അവിടുത്തെ ഒരു വിജയമെന്ന് പറയുന്നത്. അതായത് അങ്ങനെ നമുക്ക് ചെയ്യാൻ ഒരു സിവിലൈസ് സൊസൈറ്റിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ റോഡിൽ പോകുമ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നമ്മളത് നടറോടി ചെയ്യുമോ? അത് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു റൂള്. അത് നമ്മൾ സിസ്റ്റം വിൽ ബി ഇൻ പ്ലേസ്. പിന്നെ ഈ മതവുമായിട്ടൊന്നും ബന്ധമില്ലാത്ത 1-2 കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അവിടെ ഉണ്ടോ? അത് ചോദിക്കാൻ കാര്യം മറ്റൊന്നുമല്ല. ഗൈഡ് തന്നെ പറഞ്ഞിരുന്നു. അതായത് അവിടുത്തെ നമ്മുടെ ഈ കോർപ്പറേഷൻ മേയർ എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ഥാനത്തിലുള്ള ആൾ കുറച്ച് അനധികൃതമായിട്ട് ഒരു നിർമ്മാണം നടത്തി. അപ്പോൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു, അയാളെ പിടിച്ച് ജയിലിലാക്കി. അതൊക്കെ അത് കേട്ടപ്പോഴാണ് ഞാൻ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്നുള്ള, അപ്പോൾ അത് അവർക്ക് അത്ഭുതമാണ്. ഒരു രാജ്യത്തിൽ ഒരു പോലീസ് വിളിച്ചാൽ ചെല്ലണം എന്നുള്ളത് നിയമമല്ലേ? ആ നിയമം ലംഘിക്കുന്നവൻ എങ്ങനെ നമ്മൾ ബെയിൽ കൊടുക്കും? സോ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്നൊരു സംഭവമേ ഇല്ല. അത് ശരിക്കും നമ്മുടെ നാട്ടിലും വരേണ്ട ഒരു കാര്യമല്ലേ? പിന്നെ വർക്കിംഗ് അവേഴ്സ് ഞാൻ 10 to 5 എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതമാണ്. കാരണം അത് 8 hours ആകുന്നില്ല. 8 hours ആവണമെങ്കിൽ 9 to 5 ആയിരിക്കണം. ദേ ഹാവ് എ 9 to 5 ഷെഡ്യൂൾ വിത്ത് ഹാഫ് ആൻ അവർ ലഞ്ച് ബ്രേക്ക് ഹാഫ് ആൻ അവറിൽ കൂടുതലാവുമെങ്കിൽ വർക്കിംഗ് അവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വളരെ ഒരു സിസ്റ്റം ഇൻ പ്ലേസ് ആയിട്ടാണ് എനിക്ക് ചൈനയെ തോന്നിയത്. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് എനിക്ക് ചൈനയെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അതൊക്കെ നമ്മൾ കോപ്പി ചെയ്യണം എന്നും എനിക്ക് തോന്നുന്നു. ചൈന ബേസിക്കലി ഒരു സ്വാർത്ഥ രാജ്യമാണ്, അതിനൊരു സംശയവും വേണ്ട. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അവരിലോട്ട് എടുക്കാം, അത് സ്ഥലമായാലും ശരി, വിഭവങ്ങളായാലും ശരി,
അങ്ങനെയുള്ള രാജ്യമാണ്. പക്ഷേ എന്നാൽ പോലും അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നെനിക്ക് മനസ്സിലായി. താങ്ക് യു.